നമസ്കാരം. 1.5 വർഷം മുമ്പാണ് വർക്കല സ്വദേശിയായ അതുൽ അവളുടെ കഴുത്തിൽ താലി ചാർത്തിയത്. വലിയൊരു ചതിയുടെ കഥയായിരുന്നു ആ വിവാഹത്തിന് പിന്നിലുണ്ടായിരുന്നത്. ബാങ്ക് മാനേജറാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് അതുലിന്റെ കുടുംബം ആലോചനയുമായി എത്തിയത്. എന്നാൽ അയാൾ വെറും ഒരു സ്വകാര്യ ബാങ്കിലെ താൽക്കാലിക കളക്ഷൻ ഏജന്റ് മാത്രമായിരുന്നു. ആരതിയുടെ കുടുംബം പിന്നീടാണ് ഇക്കാര്യം തിരിച്ചറിഞ്ഞത്. അതിലും വലിയൊരു ഇരുണ്ട സത്യം അവർ മറച്ചുവെച്ചിരുന്നു. ആരതിക്ക് മുൻപ് അതുൽ മറ്റൊരു പെൺകുട്ടിയുമായി വിവാഹം നിശ്ചയിച്ചിരുന്നു. എന്നാൽ അയാൾ പിന്മാറിയതിനെ തുടർന്ന് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഈ വിവരങ്ങളെല്ലാം ആരതിയുടെ വീട്ടുകാരിൽ നിന്ന് മറച്ചുവെച്ചിരുന്നു. 85 വയസ്സുള്ള കോഴി വളർത്തൽ ഉപജീവനം കണ്ടെത്തുന്ന അവളുടെ പ്രായമായ അച്ഛൻ 20 ലക്ഷം രൂപ വായ്പ എടുത്താണ് മകളുടെ വിവാഹം ആഡംബരപൂർവ്വം നടത്തിയത്. 50 പവൻ സ്വർണം നൽകി. എന്നാൽ കല്യാണം കഴിഞ്ഞ് വൈകാതെ അതുൽ ആ സ്വർണമെല്ലാം വിറ്റുതുടച്ചു. അതിൽ നിന്നും 10 ലക്ഷം രൂപയ്ക്ക് ഒരു കാർ വാങ്ങി. ബാക്കി സ്വർണം സ്വന്തം പേരിലും അമ്മയുടെയും സഹോദരിയുടെയും പേരിലുമായി പണയം വെച്ചു. സാമ്പത്തിക ഭദ്രതയില്ലാത്ത അയാൾ വീണ്ടും പണത്തിനായി അവളെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. മദ്യപാനി അല്ലെന്ന് വിശ്വസിപ്പിച്ച അതുൽ വിവാഹശേഷം തന്റെ തനിനിറം പുറത്തെടുക്കുകയായിരുന്നു. മദ്യപിച്ചു വന്ന് ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ പതിവാക്കി. ഭർത്താവിനൊപ്പം ഭർത്തൃമാതാവും സഹോദരിയും അവളെ ഉപദ്രവിക്കാൻ കൂട്ടുനിന്നു. അടിക്കുക, കഴുത്തിന് കുത്തിപ്പിടിക്കുക തുടങ്ങിയ ക്രൂരമായ മർദ്ദനങ്ങൾ അവൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. ശരീരത്തിലുണ്ടായ മർദ്ദനപാടുകളും ചിത്രങ്ങൾ അവൾ അമ്മയ്ക്ക് ഫോണിൽ അയച്ചു കൊടുക്കുകയായിരുന്നു. താൻ അനുഭവിക്കുന്ന ഓരോ വേദനകളും ഭർത്താവിന്റെ ക്രൂരതകളും അവൾ തന്റെ ഡയറി താളുകളിൽ കണ്ണീരോടെ കുറിച്ചു വെച്ചിരുന്നു. ആത്മഹത്യയെക്കുറിച്ച് അവൾ പലപ്പോഴും ചിന്തിച്ചിരുന്നു. ഒരിക്കലും അവൾ അതുലിനെ ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിലേക്ക് പോയി എങ്കിൽ ഇനി ഉപദ്രവിക്കില്ലെന്ന് പറഞ്ഞ് അയാൾ അവളെ തിരികെ വിളിച്ചു കൊണ്ടുപോകുമായിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഇരുവരും തമ്മിൽ ഒരു വലിയ വാക്കേറ്റവും വഴക്കുമുണ്ടായത്. വൈകുന്നേരം 5 മണിയോടെ അവൾ തന്റെ അമ്മയെ ഫോണിൽ വിളിച്ചു. സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി വളരെ സന്തോഷവതിയാണെന്ന് വരുത്തി തീർക്കാൻ അവൾ ആവതും ശ്രമിച്ചു. എന്നാൽ ഫോൺ വെച്ചതിനു ശേഷം വാടക വീട്ടിൽ വീണ്ടും കലഹം തുടങ്ങി. മർദ്ദനവും മാനസിക പീഡനവും സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവൾ അതിലിന്റെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞു, "ഞാൻ മരിക്കാൻ പോവുകയാണ്. ഞാൻ ചത്താൽ നിന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. നിന്നെ ഞാൻ ജയിലിലാക്കും." ഇത്രയും പറഞ്ഞവൾ മുറിയിൽ കയറി വാതിലടയ്ക്കുകയായിരുന്നു. സ്വന്തം ഭാര്യ മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടും ആ മനുഷ്യൻ യാതൊരു കുലുക്കവും ഇല്ലാതിരുന്നു. വാതിൽ തകർത്ത് അവളെ രക്ഷിക്കാൻ ശ്രമിക്കാതെ, അയൽവാസികളെ പോലെ അറിയിക്കാതെ അയാൾ പുറത്തു വെറുതെ ഇരുന്നു. നീണ്ട 2 മണിക്കൂറുകൾക്ക് ശേഷം അയാൾ തന്റെ സുഹൃത്തിനെ വിളിച്ചു വരുത്തി. സുഹൃത്തും ഭാര്യയും അവിടെ എത്തി. ജനലിലൂടെ നോക്കിയപ്പോൾ ആരതി തൂങ്ങി മരിച്ച നിലയിൽ നിൽക്കുന്നത് കണ്ടു. ഉടൻ തന്നെ സുഹൃത്താണ് പോലീസിൽ വിവരമറിയിച്ചത്. പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയപ്പോൾ അവളുടെ ശരീരത്തിൽ മർദ്ദനമേറ്റിയ പുതിയ പാടുകളും കണ്ടെത്തി. മുറിയിൽ നിന്നും ഡയറി കുറിപ്പുകളും ഫോണിലെ ചിത്രങ്ങളും തെളിവുകളായി മാറി. ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെയുള്ള ചുമത്തിയാണ് പോലീസ് അതുലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.